എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ. എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട്, എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം. അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും. പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ്. എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ ഞാൻ എൻ്റെ ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. എൻ്റെ ചിന്തയിൽ അതിന് മുമ്പുണ്ടായിരുന്നില്ല അത്. പക്ഷേ ഞാൻ സംസാരിച്ച ഇടങ്ങളിൽ എനിക്ക് തോന്നുന്നു 99% എൻ്റെ വർത്തമാനത്തിലും പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞത്, ഞാൻ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന MP ആയാൽ ഞാൻ തൃശ്ശൂർ ഒതുങ്ങി നിൽക്കില്ല. കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിൻ്റെ അതിന് ആവശ്യമില്ല. കാരണം അവിടെ എന്നേക്കാൾ മികച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട്, അവർ നോക്കിക്കോളും. അപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം കൂടി നോക്കുന്ന ഒരു MP ആയിരിക്കും. ആ ഖ്യാതി തൃശ്ശൂർ എന്നെ തിരഞ്ഞെടുക്കുന്ന എല്ലാ സുമനസ്സുകളും സുഹൃദയങ്ങൾക്കുമുള്ളതാണെന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്. അത് ഞാൻ ആവർത്തിക്കുന്നു. അങ്ങനെ സൗത്തിൽ നിന്നുള്ളൊരു പ്രാതിനിധ്യം ആവുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു താല്പര്യം ഉണ്ടാവില്ലോ സൗത്തിൽ? നിങ്ങൾ അങ്ങനെ ഒരു ചട്ടക്കൂടെന്ന് പറയുന്നത് ഇരുമ്പുലൊക്കെയൊന്നുമല്ല. അതിനൊക്കെ പുതിയ റെവല്യൂഷണറി വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് വരാം. ഞാൻ എന്താ പറഞ്ഞത്, എനിക്കൊരു 10 വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ ക്യാബിനറ്റും MOSും അടക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട്, സെൻസിബിളായിട്ട്, റീസണബിളായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും, കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനത്തിനായിരിക്കില്ല, ആരെയും നശിപ്പിക്കാനുമായിരിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി തന്നാൽ മാത്രം മതി.